അപ്പോൾ നമ്മൾ ഇന്ന് അക്ഷയുടെ വീട്ടിലോട്ടാണ് വീട്ടിൽ പോകാൻ. ഇതിന് മുമ്പ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ട്. പിന്നെ കാണൂല. അനന്തുണ്ട്, ശ്രേയസ് ഉണ്ട്, അഭിനവില്ല. നമ്മൾ അവന് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. ബോളി, ഒരു ബാച്ച് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പഴം, എന്തൊക്കെ എടുത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ വീട് അടുത്ത് തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ. ഇനി നേരെ അങ്ങോട്ട് പോകും. ഗൈസ് ശർക്കര വരട്ടി എടുത്ത്, ചിപ്സ് എടുത്ത്, ഗൈസ് ഇതെടുത്ത്, ഇത് രണ്ടും എടുത്ത് കേട്ടോ. പിന്നെ ബോളിയില്ല, പൈസ കിറ്റ്. ഓക്കെ, ഇത് മതി, പാൽ പൈസ. പാലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട്. അക്ഷയ് ഇതാണ്, ഇത് രണ്ടും ഞാൻ എടുക്കാൻ പറഞ്ഞ അവൻ ഒന്നേ എടുക്കണുള്ളൂ. അക്ഷയ് അടിപൊളി, ഇത് മതി. സാധനം അവിടെ ബില്ലടിക്കാൻ കൊടുത്ത് ഞാൻ ഇത് കട ഫുള്ള് വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞാണ് അവന് കൊടുക്കാൻ. പിന്നെ ഇവന് അവൻ തന്ന പൈസ 35 രൂപ. കട ഫുള്ള് കൊടു. മറ്റേ വെള്ളത്തിന്റെ കാര്യം പറയണ. നമ്മളവിടെ സാധനം വാങ്ങിച്ച് ഇനി നേരെ അക്ഷയിലെ വീട്ടിലോട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പോയതാണ് അക്ഷയിലെ വീട്ടിൽ. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോകാൻ പോകുന്നത്. ബാക്കി എല്ലാവരും അവിടെ എത്തി. നമ്മളിവിടെ നിന്ന് തന്നെ അന്നും സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ഈ കൈസ് അങ്ങനെ നമ്മൾ അക്ഷയിലെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇന്ന് സദ്യയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് കിട്ടാനായിട്ട് പോണേ. അക്ഷയ്ക്ക് ഇനി പെണ്ണ് കിട്ടുമെന്ന് അറിഞ്ഞുവിടും. അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നത്. ഇതാണ് ഗൈസ് വീട്. എല്ലാവരും അകത്ത് ഓരോ കാര്യങ്ങളായിട്ട് തിരക്കാണ്. വാച്ചോടൂല, സമയം കാണിച്ചു തരാൻ പറ്റില്ല. ഇതാണ് ഗൈസ് എല്ലാവരും. പിന്നെ അക്ഷയിലെ പഴയ ഫോട്ടോ ഇവിടെ കാണാം. അക്ഷയിലെ പെണ്ണ് കാണൽ എന്നൊക്കെയാണ് ഇവിടുന്ന് കുറച്ചൊരു പറയുന്നത്. അത് കേക്കാത്ത പോലെ ഇരിക്കാതെ. അക്ഷയ് പൈസയൊക്കെ മുടക്കി വാടകയ്ക്ക് സാധനങ്ങളൊക്കെ എടുത്ത്. ഇനി അവന്റെ കല്യാണം എങ്ങനെയായിരിക്കും? വീട്ടിലെ പരിപാടി ആയിരിക്കൂലേ? ഉടനെ നടത്തണം. ഒരു സദ്യ കഴിക്കേണ്ടേന്. ഗൈസ് അങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അല്ലേ, എല്ലാം കേറ്ററിംഗ് ആയിരുന്നു. എല്ലാവരും അവിടെ കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കാം. അടുക്കള വരെ പോയിട്ട് വരാം. എന്താണ് ബ്രോ? പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് അക്ഷയ്? ഐ ആം ബ്ലോഗർ ബ്രോ. ഇങ്ങനെ ആയിരിക്കാം. മെമ്മറീസ്. ചോറ് കഴിക്കണ്ടേ ബ്രോ? അടുത്ത പപ്പടം പോയില്ല. ഞാൻ പപ്പടം കൊണ്ടുപോകാം. 5 മുകളിലുണ്ട് എല്ലാം നടക്കണം. ഗൈസ് പരിപ്പിന് പകരം ഇവിടെ പുളിശ്ശേരി ഒഴിച്ച ഒരു മഹാൻ ഇതായിരിക്കൊണ്ട്. എനിക്ക് പരിപ്പ് തരുമോ ആരെയും? കൊറായി ബ്രോ. കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് പൂന്തി കൊണ്ടുപോകുന്നത്. കണക്കുണ്ടേ? കണക്കാണ്. വാടാ.
അരെ ഇത് ഇതിലല്ലേ ഞാൻ നിന്റെ ഡാൻസ് ഇടും. നീ അതാ ഇട്ടോ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. എനിക്ക് ഉറക്കം പറഞ്ഞു. അത് പുറത്ത് വന്നിരിക്കും. അവരെല്ലാവരും രാഷ്ട്രീയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആണ് കാണൽ. അക്ഷയയിലെ ആണ് കാണൽ അല്ല പെണ്ണ് കാണൽ. ഗൈസ് ചായ കുടിക്കാൻ പോവുകയാണ്. ഗൈസ് ചായ. ഗൈസ് ഇതായിരുന്നു അക്ഷയയിലെ വീട്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഫോട്ടോഷൂട്ട് എവിടെയെങ്കിലും പോയി എടുക്കണം. കണ്ടില്ലേ? അപ്പോൾ എല്ലാം പൂട്ടി ഇറങ്ങിയാണ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കും. ഗൈസ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കലും ഫോട്ടോ എടുക്കാൻ സ്പോട്ട് എന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓണ വഴിക്കാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ക്ലോസ് ആയതുകൊണ്ട് സൗണ്ട് കേൾക്കണമെന്ന് അറിഞ്ഞൂടാ. കണ്ടില്ലേ ഗൈസ്, അപ്പോൾ ഇന്നലെ അക്ഷയിലെ വീട്ടിൽ ഓണപരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നു. വലിയ രീതിയിലല്ല, അവൻ സദ്യയൊക്കെ ഒരുക്കി. അങ്ങനെ അവനാണ് ചോദിച്ചത് ഇതേപോലെ നമുക്ക് ഓണത്തിന് ഒരു ദിവസം എവിടെയെങ്കിലും കൂടിയാലെന്ന് ചോദിച്ചു. നമ്മളെല്ലാം കൂടെ അക്ഷയിലെ വീട്ടിൽ പറഞ്ഞ് അങ്ങനെ അവിടെ സെറ്റാക്കി. അങ്ങനെ പെട്ടെന്ന് ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വ്ളോഗ് എടുത്ത് പോണതാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് വ്ളോഗ് എടുത്തത്. അപ്പോൾ ഇന്നലെക്ക് മുമ്പ് കുറച്ച് ദിവസത്തെ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും വരും. പക്ഷേ ഇത് അക്ഷയുടെ വീട്ടിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഈ ഒരു വ്ളോഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നലെയാണ് പോയത്. ഇന്നാണ് ഔട്ട്ഡോർ എടുക്കുന്നത്. ഇന്നലെ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആയി. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ചെന്നിരുന്ന് ഉറങ്ങി. അപ്പോൾ ഔട്ട്ഡോർ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇൻട്രോയും വോയിസൊക്കെ നേരെ കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എല്ലാം പെട്ടെന്ന് തട്ടിക്കൂട്ടി. കുറേ ദിവസമായി വ്ളോഗൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ടും നമുക്ക് എല്ലാവരുമായിട്ട് നേരെ വ്ളോഗ് എടുക്കാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സംസാരങ്ങളൊക്കെ ആയിട്ട് അങ്ങ് സംസാരിച്ച് പോയി അങ്ങ് വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഇതന്നെ മറന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഇന്നലെ എൻജോയ് ചെയ്ത്. അപ്പോൾ ഇനി ക്രിസ്മസ് സഞ്ജയുടെ വീട്ടിലെന്നൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സഞ്ജയുടെ വീട്ടിൽ പോകാം. അപ്പോൾ എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പോൾ വലിയ രീതിയിൽ പരിപാടി ഇല്ലെങ്കിലും നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോൾ തന്നെ പൂക്കലും അങ്ങനെയൊക്കെ ആയി അടിപൊളിയായിരുന്നു. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ ആയിട്ട് പെട്ടെന്ന് ഒത്തുകൂടിയത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വന്നില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് താരി ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ശരിയെന്നാ, പറ്റുമെങ്കിൽ ബ്ലോഗൊക്കെ ആയിട്ട് വരാം. ബൈ ബൈ.